ഒരു ബഡ്ജറ്റ് USB മൈക്രോഫോൺ വെച്ചിട്ട് നമുക്ക് പാട്ട് പാടാൻ പറ്റുമോ? ഹലോ ഫ്രണ്ട്സ്, ദിസ് സൗണ്ട്സ് ഗുഡിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഉള്ളത് റിജു. അപ്പോൾ ചോദിച്ചതുപോലെ ഒരു ബഡ്ജറ്റ് USB മൈക്രോഫോൺ, ഒരു കണ്ടൻസർ മൈക്രോഫോൺ വെച്ചിട്ട് നമുക്ക് പാട്ട് പാടാൻ പറ്റുമോ? യൂഷ്വലി USB മൈക്രോഫോണുകൾ യൂസ് ചെയ്യുന്നത് പോഡ്കാസ്റ്റിനും ഗെയിമിങ് സ്ട്രീം ചെയ്യുന്നവർ അങ്ങനെയുള്ളവരൊക്കെയാണ് USB മൈക്രോഫോൺസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് പാട്ട് പാടാൻ പറ്റുമോ എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇന്നിപ്പോൾ മേടിച്ചിരിക്കുന്ന ഒരു മൈക്രോഫോൺ എന്ന് പറയുന്നത് MAONO എന്ന് പറഞ്ഞ കമ്പനിയുടെ A04T എന്ന് പറയുന്ന മോഡലാണ്. അപ്പോൾ നമുക്ക് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് അതിൻ്റെ ബോക്സ് എന്ന് പറയുന്നത്. MAONO A04T എന്ന് പറയുന്ന മൈക്കിൻ്റെ ബോക്സാണിത്. ഇതിനകത്ത് പടത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ ഇതിനൊരു സ്റ്റാൻഡുണ്ട്. സ്റ്റാൻഡിൻ്റെ കൂട്ടത്തിലൊരു ഷോക്ക് മൗണ്ട് ഉണ്ട്. ഷോക്ക് മൗണ്ടിൽ മൈക്കുണ്ട്. മൈക്കിൻ്റെ കൂട്ടത്തിലൊരു USB കേബിളുണ്ട്. ഇപ്പുറത്തൊരു പോപ്പ് ഫിൽറ്റർ ഉണ്ട്. ഇത്രയും സാധനങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. ഇതിൻ്റെ ഏകദേശ വില എന്ന് പറയുന്നത് ഒരു 3000-3500 രൂപയ്ക്ക് അകത്തേ ഉള്ളൂ. അതിനകത്ത് വരാനേ ചാൻസ് ഉള്ളൂ. 2800 രൂപയ്ക്ക് എന്തോ ആണ് ഞാൻ മേടിച്ചത്. ഇപ്പോൾ അതിന് ഒരല്പം എന്തോ വില വ്യത്യാസമുണ്ട്. ആമസോണിലായതുകൊണ്ട് വിലയ്ക്ക് ചെറിയ വ്യത്യാസം വരും. ഇതാണ് നമ്മുടെ മൈക്രോഫോൺ. ഇത്രയേ ഉള്ളൂ. ചെറിയൊരു മൈക്രോഫോണാണ്. ഇതിനകത്തെന്ന് പറഞ്ഞാൽ USB-B കണക്ഷനാണ് കൊടുക്കുന്നത്. അതായത് നമ്മുടെ പ്രിൻ്ററിലൊക്കെ കൊടുക്കുന്ന പോലത്തെ കേബിളാണ് കൊടുക്കുന്നത്. അതായത് ഇതാണ് കേബിൾ. നല്ല ലെങ്ത്തുള്ള കേബിളാണ്. കേബിളിൻ്റെ മൈക്കിലേക്ക് കൊടുക്കുന്നത് USB-Bയും മറ്റേ സിസ്റ്റത്തിലേക്ക് കൊടുക്കുന്നത് USB-Aയും ആണ്. ഇത് കമ്പ്യൂട്ടറിൽ കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റും. പക്ഷേ ഫോണിലൊക്കെ കണക്ട് ചെയ്യാനായിട്ട് ഇത്തിരി പാടാണ്. കാരണം ഇത് USB-A ആണ്. കൺവേർട്ടേഴ്സൊക്കെ യൂസ് ചെയ്ത് നോക്കി എന്നിട്ട് എടുക്കുന്നില്ല. പിന്നെ ഈ മൈക്ക് നമുക്ക് പാട്ട് പാടാനായിട്ട് ഉപയോഗിക്കാൻ പറ്റുമോ? ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. യൂഷ്വലി നമ്മൾ പാട്ട് എന്ന് പറയുന്നത് നമ്മുടെ വോയിസിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ വോയിസിന് കൊടുക്കുമ്പോൾ ഒരു ബിഗിനർ ലെവലിലൊക്കെ ആണെങ്കിൽ തന്നെ അത്യാവശ്യം നല്ലൊരു സ്റ്റുഡിയോ കണ്ടൻസർ മൈക്ക്, അതായത് ഓഡിയോ ഇൻ്റർഫേസിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന അനലോഗ് ഇൻപുട്ട് കൊടുക്കുന്ന ഒരു സ്റ്റുഡിയോ കണ്ടൻസർ മൈക്ക് നമ്മൾ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. കാരണം സ്റ്റുഡിയോയിലേക്ക് പാട്ട് പാടാനായിട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റില്ല എന്നല്ല, ഇതിൻ്റെ ഒരു റീസൺ ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ USB മൈക്ക് ചെയ്യുന്നൊരു ജോലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ പാടുന്നതിൻ്റെ അനലോഗ് ഇൻപുട്ട് ഇതെടുക്കും. ഓക്കെ, എടുത്തതിന് ശേഷം ഇതിൽ തന്നെ പ്രോസസ്സ് ചെയ്തിട്ട് ഇവിടെ തന്നെ ഇതിനെ ഡിജിറ്റലി കൺവേർട്ട് ചെയ്ത് USB വഴി ഡിജിറ്റൽ ഓഡിയോ ആയിട്ടാണ് കമ്പ്യൂട്ടറിലേക്ക് പോകുന്നത്. അതിലേക്ക് പോയിട്ട് അവിടെ ഒരു റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്കതിൻ്റെ ഒരു ഫീഡ്ബാക്ക് നമുക്ക് തരുന്നുണ്ട്. നമുക്ക് കേൾക്കാൻ വേണ്ടിയിട്ടുള്ള മോണിറ്ററിങ് ഫീഡ്ബാക്ക് അല്ല, ഓഡിയോ ടെക്നിക്കൽ ടേമിനകത്ത് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് ഹൗളിങ്ങിനാണ്. അപ്പം നമുക്ക് തിരിച്ചൊരു റിട്ടേൺ അത് തരണമല്ലോ. തരുമ്പോഴാണ് നമ്മളത് കേൾക്കുന്നത്. ഈ പ്രോസസ്സിനെടുക്കുന്ന ടൈം ഡിലേ എന്ന് പറയുന്നത് ഒരു USB മൈക്രോഫോണിന് കൂടുതലാണ്. അതിന് ലേറ്റൻസി എന്നാണ് നമ്മൾ പറയുന്നത്. ലേറ്റൻസി നമ്മൾ ഇത്ര മില്ലി സെക്കൻഡ്സിലാണ് നോക്കുന്നത്. അപ്പോൾ അത്രയും മില്ലി സെക്കൻഡ്സ് കൂടി നിൽക്കുന്ന സമയത്ത് നമുക്ക് പാട്ട് പാടുമ്പോൾ നമ്മൾ കരോക്കെ കേട്ടിട്ടാണെങ്കിൽ അല്ലെങ്കിൽ ഒരു മൈനസ് ട്രാക്ക് കേട്ടിട്ട് നമ്മൾ പാട്ട് പാടുമ്പോൾ അത് പാടി നമ്മൾ തിരിച്ചത് ഹെഡ്ഫോണിലേക്ക് നമ്മൾ മോണിറ്റർ ചെയ്ത് വരുമ്പോൾ അതിൻ്റെ ടൈം ഡിലേ എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അപ്പോൾ നമുക്ക് റിയൽ ടൈമായിട്ട് ആ താളത്തിനനുസരിച്ച് പാടാൻ പറ്റത്തില്ല. അങ്ങനൊരു പ്രോബ്ലം ഉണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇത് നമ്മൾ വാങ്ങുന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഇങ്ങനത്തെ USB മൈക്രോഫോൺസ് നമ്മൾ വാങ്ങുന്നുണ്ട്, പാടാൻ വേണ്ടി വാങ്ങുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളിതിൻ്റെ മോണിറ്ററിങ് നമ്മൾ ഓഫ് ചെയ്ത് വെക്കണം. അതായത് മൈക്കിൻ്റെ മോണിറ്ററിങ് നമ്മൾ ഓഫ് ചെയ്ത് വെച്ചിട്ട് കരോക്കെ മാത്രം നമ്മുടെ ഹെഡ്ഫോൺസിലേക്ക് കിട്ടുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചാൽ നമ്മൾ പാടുന്നത് നമുക്ക് തന്നെ നമ്മുടെ ചെവിയിലേക്ക് കേൾക്കാനും പറ്റും. നമുക്ക് കരോക്കെ നമ്മുടെ ഹെഡ്ഫോണിലേക്ക് വരികയും ചെയ്യും. ആ സമയത്ത് ഒരു മിനിമം ചെറിയൊരു ലേറ്റൻസി ഉണ്ടാവുള്ളൂ. നമുക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാവത്തില്ല പാടുന്ന നേരത്ത്. അപ്പോൾ ആ സംഭവം, അതായത് അവിടേക്ക് പോകുന്ന ടൈം കുഴപ്പമില്ലല്ലോ, അതിൻ്റെയും കൂടി എക്സ്ട്രാ ടൈം ഇവിടെ വരുമ്പോൾ ഡബിൾ ടൈം ആയതുകൊണ്ടാണ് നമുക്ക് അത്രയും ഡിലേ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങോട്ടേക്ക് റെക്കോർഡ് ചെയ്യാനായിട്ട് ചെറിയൊരു മില്ലി സെക്കൻഡ്സിൻ്റെ വ്യത്യാസം ഉണ്ടാവുള്ളൂ. അത് നമുക്ക് കൂളായിട്ട് അവിടെ റെക്കോർഡ് ചെയ്യാൻ പറ്റും. അഥവാ എന്തെങ്കിലും ഒരു ചെറിയ ഡിലേ പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ റെക്കോർഡ് ചെയ്ത ക്ലിപ്പിനെ ജസ്റ്റ് ഒന്ന് നീക്കിയിട്ട് കൊടുത്താൽ കറക്റ്റായിട്ട് അത് താളത്തിന് തന്നെ വന്ന് കിടക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല റെക്കോർഡ് ചെയ്യുന്നതിന്. അത്യാവശ്യം ക്വാളിറ്റിയൊക്കെ ഉള്ള മൈക്കാണ്, കുഴപ്പമില്ല. ഒരു അല്പം ലെവൽ കുറവൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് ബൂസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും. ഒരുപാട് പ്രോസസ്സിങ് സെറ്റപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് പ്ലഗിൻസൊക്കെ നമുക്ക് റെക്കോർഡിംഗ് സോഫ്റ്റ്വെയറിലൊക്കെ അവൈലബിൾ ആണ്. ഒരു ബിഗിനറിന് പാടി പ്രാക്ടീസ് ചെയ്യാനും ഒക്കെ കൊള്ളാവുന്ന സാധനമാണ്. പക്ഷേ നമുക്ക് റിയൽ ടൈം ഡിലേയോ റിവർബോ ഒക്കെ ഇട്ടിട്ട് നമുക്കൊരു സാധനം കേൾക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു റിയൽ ടൈം എക്സ്പീരിയൻസ് കിട്ടില്ല. അല്ലെങ്കിൽ
ഇതിൻ്റെ തന്നെ അടുത്ത മോഡൽസ് ഉണ്ട്. മയോനോയുടെ തന്നെ നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള USB മൈക്രോഫോൺസ്. അത് മൈക്കിൽ നിന്നും നമുക്കൊരു ഹെഡ്ഫോൺ ഇതിലേക്ക് തരാം. അപ്പോൾ ലോ ലേറ്റൻസി ലിസണിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് ഈ മൈക്കിൽ സംസാരിക്കുന്നത് കേൾക്കാൻ വേണ്ടിയിട്ട് മൈക്കിൽ തന്നെ ഒരു ഹെഡ്ഫോൺ പോർട്ട് വരുന്ന മൈക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അത് വാങ്ങുകയാണെങ്കിലും കുഴപ്പമില്ല, അതും നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ ഈ മൈക്കിൻ്റെയും A04 എന്ന് പറയുന്ന ഈ മൈക്കിൻ്റെയും ഞാൻ നേരത്തെ പറഞ്ഞ റിയൽ ടൈം നമുക്ക് കേൾക്കാൻ പറ്റുന്ന മൈക്കിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. നിങ്ങളുടെ ചോയ്സാണ്. പക്ഷേ നിങ്ങൾക്ക് പോഡ്കാസ്റ്റ് റെക്കോർഡ് ചെയ്യാനോ നിങ്ങൾക്ക് സ്ട്രീം ചെയ്യാനുള്ള നേരത്തോ നിങ്ങൾക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു മൈക്കാണ്. അപ്പം ഞാനിപ്പോൾ ലൈവ് സ്ട്രീമിങ് നമുക്കിപ്പോൾ ഉടനെ തുടങ്ങും. നമുക്ക് ക്ലാസ്സൊക്കെ ഉടനെ ഇനി സോഫ്റ്റ്വെയർസൊക്കെ പഠിക്കാനുള്ള സെഷൻസും Q&A സെഷൻസൊക്കെ ഞാനിപ്പോൾ ഉടനെ തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഇനി വീക്ക്ലി നമുക്ക് ഓരോ വീഡിയോ എങ്കിലും മിനിമം നമുക്ക് വരത്തക്ക രീതിയിലുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. കുറച്ച് ഡിലേ വന്നത്. അപ്പോൾ ഇത് യൂസ് ചെയ്യുന്നതിന് കുഴപ്പമില്ല, പാടുന്നവർക്ക് യൂസ് ചെയ്യുന്നതിന് ചെറിയൊരു ലേറ്റൻസി ഉണ്ടാവും. പക്ഷേ മറ്റേ കണ്ടൻസർ മൈക്രോഫോൺ നമ്മൾ സ്റ്റുഡിയോയിൽ ഉപയോഗിക്കുന്ന മൈക്രോഫോണിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ഇലക്ട്രോണിക്സ് മുഴുവൻ ഇതിലുള്ള അനലോഗ് ഓഡിയോയിനെ ആംപ്ലിഫൈ ചെയ്യാനും അല്ലെങ്കിൽ അതിനെ പ്രോസസ്സ് ചെയ്യാനുള്ള ഇലക്ട്രോണിക്സും, ഇവിടെ ഒരു കണ്ടൻസർ ഉണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട ഇലക്ട്രോണിക്സ് മാത്രമേ ഇതിനകത്തുള്ളൂ. അവിടുന്ന് അനലോഗ് സിഗ്നൽ തന്നെയാണ് നമുക്ക് ഓഡിയോ ഇൻ്റർഫേസിലേക്ക് പോകുന്നത്. ഓഡിയോ ഇൻ്റർഫേസ് ആണ് അതിനെ ഡിജിറ്റലായിട്ട് കൺവേർട്ട് ചെയ്ത് റെക്കോർഡ് ചെയ്യുന്നതും തിരിച്ച് നമുക്ക് തരുന്നതും. അപ്പോൾ ആ സമയത്ത് ഒരു USB മൈക്രോഫോണിൽ വരുന്നതിനേക്കാളും പ്രോസസ്സിങ് അവിടെ കുറച്ചും കൂടി റിയൽ ടൈമായിട്ട് നടക്കുകയും ചെയ്യും. നമുക്ക് റിയൽ ടൈമായിട്ട് മോണിറ്റർ ചെയ്യാനും പറ്റും. അതുകൊണ്ടാണ് നമ്മൾ സ്റ്റുഡിയോയിൽ USB മൈക്രോഫോൺസ് പാടാൻ ഉപയോഗിക്കാത്തത്. കൂടുതലും പോഡ്കാസ്റ്റിന് മാത്രമേ നമ്മളത് ഉപയോഗിക്കാറുള്ളൂ. അപ്പോൾ ഇതാണ് ഒരു USB മൈക്രോഫോണും ഒരു സ്റ്റുഡിയോ കണ്ടൻസർ മൈക്രോഫോണും തമ്മിലുള്ള വ്യത്യാസം. അതിൻ്റെ പോർട്ടിങ്ങിനായിരിക്കില്ല, ഒരു XLR കണക്ഷൻ ആയിരിക്കും. അപ്പോൾ അതിനകത്തൊരു ഹോട്ട് ആൻഡ് കോൾഡും ഒരു എർത്തും ഉള്ളൊരു ഗ്രൗണ്ടും ചെയ്യാനുള്ള 3 പിന്നായിരിക്കും. അതാണ് XLR എന്ന് പറയുന്നത്. ആ XLR കണക്ഷനിലേക്ക് പോകുന്നതെന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ സിഗ്നൽസ് തന്നെയാണ് ഇതിൽ നിന്ന് പോകുന്നത്. ഒരു അനലോഗ് സിഗ്നലാണ് പോകുന്നത്. പോയി അത് ഡിജിറ്റലി കൺവേർട്ട് ചെയ്യുന്നത് നമ്മൾ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഓഡിയോ ഇൻ്റർഫേസ് ആണ്. ആ ഓഡിയോ ഇൻ്റർഫേസ് തന്നെയാണ് തിരിച്ച് അതിനെ അനലോഗിലേക്ക് കൺവേർട്ട് ചെയ്ത് നമുക്ക് തിരിച്ച് ഹെഡ്ഫോൺസിലേക്കും തരുന്നത്. അപ്പോൾ അതുകൊണ്ട് ലേറ്റൻസി എന്ന് പറയുന്ന ഒരു ഇഷ്യൂ അവിടെ മാക്സിമം കുറവായിരിക്കും. ഇല്ല എന്നല്ല, ഉണ്ട്, പക്ഷേ നെഗ്ലിജിബിൾ ആണ്, നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇത് കുറച്ചൊരു ലേറ്റൻസി കൂടുതലായിരിക്കും. അതിനകത്ത് നമുക്ക് കൂടിപ്പോയി കഴിഞ്ഞാൽ 12-13 മില്ലി സെക്കൻഡ്സിൻ്റെയൊക്കെ വ്യത്യാസം വരുന്നത്. ഇതിനകത്തേക്ക് ചിലപ്പോൾ 80-100 മില്ലി സെക്കൻഡ്സ് വരും. അതൊക്കെ മില്ലി സെക്കൻഡ്സ് ആണെങ്കിലും അത് നമുക്ക് അത്യാവശ്യം ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കും പാട്ട് പാടി മോണിറ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. നിങ്ങൾക്ക് മോണിറ്ററിങ് ഒരു ഇഷ്യൂ അല്ല എന്നുണ്ടെങ്കിൽ വാങ്ങാൻ പറ്റിയ ഏറ്റവും നല്ല മൈക്രോഫോണുകളിൽ ഒന്നാണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു മൈക്രോഫോൺ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളിപ്പോൾ ലൈവ് സ്ട്രീമിംഗ് സെറ്റപ്പൊക്കെ ആയിട്ട് ചെറിയൊരു കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ മേടിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇത് വാങ്ങിയപ്പോൾ നിങ്ങൾക്ക് ഇത് പറഞ്ഞു തരാമെന്ന് കരുതി. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ സാധനം വാങ്ങാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ ഞാൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഇത് വിട്ടേക്കാം. അതിൻ്റെ കൂട്ടത്തിൽ ഇതിലുള്ള ഡയറക്റ്റ് മോണിറ്ററിങ് ചെയ്യാൻ പറ്റുന്ന മൈക്രോഫോണിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ വാങ്ങുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് അതേ പ്രൈസ് റേഞ്ചിൽ വരുന്ന സ്റ്റുഡിയോ കണ്ടൻസർ മൈക്രോഫോണിൻ്റെ ലിങ്കും കൂടി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഒരു ഓഡിയോ ഇൻ്റർഫേസ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു മൈക്രോഫോൺ, ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി മൈക്രോഫോൺ ഏതാണെന്നുള്ളതിൻ്റെ ലിങ്കും കൂടി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറയുന്നപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് റിജോ സൈനിങ് ഓഫ്.